സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ മുത്തുനബിയുടെ ഓമന ശിഷ്യൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു ദിവസം ബദറിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബദറിലേക്ക് പോയവർക്കൊക്കെ അറിയാം, ബദറിൽ യുദ്ധം നടന്ന സ്ഥലം. അവിടെ അബൂജഹലിനെയും ഉത്ബത്തിനെയും ഷൈബത്തിനെയും എല്ലാം കുഴിച്ചു മൂടപ്പെട്ട കിണർ, അതുപോലെ തന്നെ ശുഹദാക്കളുടെ മഖ്ബറ, മുത്തുനബിയും അനുയായികളും താമസിച്ച പന്തൽ, മസ്ജിദുൽ അരീഷ്, അവിടെയൊക്കെ ഇന്നും നമുക്ക് സിയാറത്ത് ചെയ്യാം. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് തവണ തൗഫീഖ് നൽകട്ടെ. ആ വഴിയിലൂടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരു വല്ലാത്ത ഖയാരം കേൾക്കുകയാണ്, വല്ലാത്ത ഒച്ച കേൾക്കുകയാണ്, വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇന്നത്തെ പോലെ നല്ല റോഡുകളോ ഇലക്ട്രിക് സൗകര്യങ്ങളോ ലൈറ്റുകളോ ഒന്നും ഇല്ലാത്ത കാലത്ത് സാധാരണഗതിയിൽ നടന്നു പോകുമ്പോ ബദറിന്റെ ഭാഗത്തുനിന്ന് അട്ടഹാസം കേൾക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം അവിടെ നോക്കുമ്പോ ആ അട്ടഹാസം കേൾക്കുന്നത് എവിടെയാണ്? അബൂജഹലിനെ കുഴിച്ചിട്ട കിണറിൽ നിന്നാണ്, ഉത്ബത്തിനെ കുഴിച്ചിട്ട കിണറിൽ നിന്നാണ്. അല്ലാ, ഇതെന്തോ ഒരു അത്ഭുതമാണ്. യുദ്ധം ചെയ്തിട്ട് മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു. നേരെ പോയില്ല ഹദ്റത്ത് റസൂലില്ലാഹ്, ഹബീബായ തങ്ങളെ സമീപത്തേക്ക് പോയി. തങ്ങളെ, ഞാൻ ഇങ്ങനെ ബദറിന്റെ വഴിയിലൂടെ നടന്നു വരുമ്പോ അബൂജഹലിനെ കുഴിച്ചിട്ട കിണറിൽ നിന്ന് വല്ലാത്ത ശബ്ദം കേട്ടിരുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് എനിക്കറിഞ്ഞിട്ടില്ല, അങ്ങൊന്ന് വിവരിച്ചു തരുമോ? ഫതബസ്സമ റസൂലുള്ളാഹ്, മുത്തുനബി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഫിറഔനി അശദ്ദു മിൻ ഫിറഔനി മൂസാ. എന്താ പറഞ്ഞത്? ഫിറഔനി അശദ്ദു മിൻ ഫിറഔനി മൂസാ. അതെന്റെ ഫിറഔനാണ്. മൂസാ നബിന്റെ ഫിറഔനിനേക്കാൾ കടുപ്പമായിരുന്നു അവൻ. അത്രയും എന്നെ ദ്രോഹിച്ചവനാണവൻ, അത്രയും ഇസ്ലാമിനെ ദ്രോഹിച്ചവനാണവൻ. ഇലാ യൗമിൽ ഖിയാമ, എങ്ങനെയാണോ ബദറിൽ വെച്ച് അവനെ കൊല്ലപ്പെട്ടത്, അഥവാ ബദറിൽ അബൂജഹൽ നിലംപതിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു ചാട്ടുളിയെടുത്ത് അബൂജഹലിന്റെ തലയറുക്കാൻ വേണ്ടി വാളുപയോഗിച്ചപ്പോ അതാ അബൂജഹലിന് മനസ്സിലായി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരവില്ല. അന്ന് അബൂജഹൽ പറഞ്ഞില്ല, മൂർച്ചയില്ലാത്ത നിന്റെ വാളിറക്കല്ലേ, എന്റെ നല്ല മൂർച്ചയുള്ള വാളുണ്ട്, ഏതായാലും എന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റൂല, നല്ല ആഴത്തിലുള്ള കുത്ത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ മൂർച്ചയുള്ള വാളിൽ അല്പം താഴോട്ടായി കഴുത്തിന്റെ ഭാഗം, നെഞ്ചിന്റെ ഭാഗം മറുത്തെടുക്കണം എന്ന് അബൂജഹൽ വീണ സ്ഥലത്തിൽ നിന്ന് അവൻ നിർദ്ദേശിച്ചതനുസരിച്ച് ബഹുമാനപ്പെട്ട മസ്ഊദ് എന്നവർ ചെയ്തു. അങ്ങനെ തന്നെ ആ വാളിന്റെ മുനയിൽ ആ തല കുത്തിപ്പിടിച്ച് മുത്തുനബിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി വെച്ചപ്പോൾ ഇതേ പ്രയോഗമായിരുന്നു പറഞ്ഞത്. അതേ ഫിറഔനി അശദ്ദു മിൻ ഫിറഔനി മൂസാ, മൂസാ നബിന്റെ ഫിറഔനിനേക്കാൾ കടുപ്പമാണ് എന്റെ ഫിറഔൻ. ചുരുക്കി പറഞ്ഞാൽ ആ രംഗം അവനെ അന്ന് എങ്ങനെയാണോ അറുത്തെടുത്തത്, അവനെ എങ്ങനെയാണോ വലിച്ചു കൊണ്ടുപോയത്, അവനെ എങ്ങനെയാണോ പൊട്ടക്കിണറിലിട്ടത്, അതേ ശിക്ഷ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അബൂജഹൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കോ. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓ ഉമ്മത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞുകൊണ്ട്, മുസ്ലിമീങ്ങളെ, ധിക്കാരികളുടെ അന്ത്യം ഇങ്ങനെയാണ്. സ്വാഭാവികമായും മനുഷ്യർ എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് പോലും മറവി സംഭവിച്ചു പോയി, വിലക്കപ്പെട്ട പഴം കഴിച്ചുപോയി. പക്ഷേ ആദം നബി അതിനെ ന്യായീകരിച്ചിട്ടൊന്നുമില്ല. ആദം നബി അലൈഹിസ്സലാം എപ്പോഴും ദുആ ചെയ്തത് റബ്ബനാ ളലംനാ അൻഫുസനാ, അക്രമം ചെയ്തു പോയി അല്ലാഹ് മാപ്പാക്കണേ അല്ലാഹ് എന്നാണ്. ആദം നബി തെറ്റ് ചെയ്തതല്ല, ഫനസിയാദമു മറന്നുപോയതാണ്, വിലക്കിയ കാര്യം മറന്നുപോയതാണ്. അങ്ങനെ മനുഷ്യ സഹജമായി
തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം. ആ തെറ്റുകുറ്റങ്ങൾ വന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് തണുകേണ് അപേക്ഷിച്ച് തൗബ ചെയ്താൽ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. കൂടുതൽ കൂടുതൽ പശ്ചാത്തപിക്കുന്നവന്, മാപ്പ് ചോദിക്കുന്നവന് അല്ലാഹുക്ക് പെരുത്ത് ഇഷ്ടമാണ്. അങ്ങനെ തൗബ ചെയ്യുന്നവനോ അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല. ഒരു തെറ്റ് വന്നുപോയി, അവൻ തൗബ ചെയ്തു, അല്ലാഹുവിനോട് മാപ്പ് തേടി, പിന്നെ ആ തെറ്റവനെ ചെയ്യാത്തവനെ പോലെയാണ്. തൗബ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ശിഷ്ടജീവിതം നന്നാക്കുക അത് നമുക്കുള്ള ഓപ്ഷനാണ്, നമുക്ക് നന്നാകാനുള്ള മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ വഴികളെല്ലാം കൂട്ടുകാരാ നമുക്ക് നന്നായി വിവരിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ധിക്കാരം കാണിക്കുന്നവരില്ലേ. ധിക്കാരം എന്ന് പറഞ്ഞാൽ പരിപൂർണമായി അറിയാം ഇത് തെറ്റാണ്, ഈ ലഹരി ഉപയോഗം തെറ്റാണ്, ഈ പറയുന്ന പണിയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, വ്യഭിചാരം തെറ്റാണ്. എന്റെ ഭാര്യ അല്ലാത്തവളോട്, എന്റെ പെങ്ങളല്ലാത്തവളോട്, എന്റെ സുഹൃത്തിന്റെ ഭാര്യയോട് അവൻ പോലും അറിയാതെ ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നത് പച്ചയായ തെറ്റാണ്, ഹറാമാണ് എന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് പിൻവലിയാതെ, അതൊന്നും ഒരു വിഷയമാക്കാതെ നീ അതിൽ തന്നെ അണ്ടുപൂണ്ട് കഴിയുന്നവനാണോ? നീ നിയമം അറിഞ്ഞിട്ടും അതിനെ മൈൻഡ് ചെയ്യാത്തവനാണോ? അതിന്റെ പേരാണ് ധിക്കാരം. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുർആൻ പറഞ്ഞത് വമയ്യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലി മാ തവല്ലാ വനുസ്ലി ജഹന്നം വസാഅത് മസീറാ. ومن يشاقق الرسول آدرواي محمد رسول الله صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അല്ലാഹു കനിഞ്ഞേകിയ നിധിയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി പഠിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നു, ഇല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ പരിചയമില്ലാത്ത, മുത്തുനബിയുടെ പവർ അറിയാത്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല. സാക്ഷാൽ അബൂജഹലിനും അറിഞ്ഞിരുന്നു, അന്ന് മക്കക്കാർക്കും അറിഞ്ഞിരുന്നു. പക്ഷേ വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദ മിൻ കുല്ലി അദിയാനിൽ ബരിയതി ദീനാ. അബൂ താലിബ് എന്നവര് പാടിയതാണ്. എനിക്ക് അറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശമാണ്, അത് സത്യസന്ധമായ മതമാണെന്ന് എനിക്കറിയാം, എല്ലാത്തിനേക്കാളും നല്ലതാണെന്നറിയാം. പക്ഷേ അനുസരിക്കാൻ പറ്റുന്നില്ല. അത് ധിക്കാരം കാണിച്ചവർ.